ഗ്രൂപ്പ് ട്രാൻസ്ഫർ റിയാക്ഷൻസ് ആണ് അടുത്ത സെറ്റ് ഓഫ് റിയാക്ഷൻ പെരിസൈക്ലിക്കിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ PDF അതർ റിയാക്ഷൻ എന്ന് പറഞ്ഞ PDF നമ്മുടെ മറ്റേ ഡൈപോളർ അഡീഷനും അതുപോലെ കിലോട്രോപ്പിക്കൊക്കെ ഉള്ളതിൻ്റെ കൂട്ടത്തിലാണുള്ളത്. അപ്പം ഗ്രൂപ്പ് ട്രാൻസ്ഫർ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒന്നോ അതിലധികം ഗ്രൂപ്പ്സോ ആറ്റംസോ ഒരു മോളിക്യൂളിൽ നിന്ന് വേറൊരു മോളിക്യൂളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ട്രാൻസ്ഫർ ഓഫ് 1 or more ഗ്രൂപ്പ്സ്, അതാണ് ഗ്രൂപ്പ് ട്രാൻസ്ഫർ റിയാക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് കോമൺ ആയിട്ടുള്ളത് ഈൻ റിയാക്ഷൻസ് ആണ്. അത് സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഈൻ റിയാക്ഷൻസ് ആണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. പിന്നെ ഡൈഇമൈഡിൻ്റെ ഒക്കെയാണ് പിന്നെ ഉള്ളത്. അപ്പോൾ നമുക്കിതിൽ പഠിക്കാനുള്ളത് ഈൻ റിയാക്ഷനും ഡൈഇമൈഡും മാത്രമാണ്. അപ്പോൾ ഈ ആദ്യത്തെ ഈൻ റിയാക്ഷൻ. അപ്പോൾ ഈൻ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അത് ആ റിയാക്ഷൻ്റെ ഒരു തെർമൽ റിയാക്ഷനാണ്. അതിൽ മെയിനായിട്ടൊരു ആൽക്കീൻ ഇൻവോൾവ് ആയിട്ടുണ്ടാവും. ആ ആൽക്കീനാണ് നമ്മൾ ഈൻ എന്ന് പറയുക. പിന്നെ ആ ആൽക്കീൻ്റെ പ്രത്യേകത എന്താണ്, അതിനൊരു അല്ലൈലിക് ഹൈഡ്രജൻ ഉണ്ടായിരിക്കും. ആൽക്കീനിലൊരു അല്ലൈലിക് ഹൈഡ്രജൻ ഉണ്ടായിരിക്കും. പിന്നെ അടുത്ത കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഈനോഫൈൽ ആയിരിക്കും. ഇത് ഈനാണെങ്കിൽ അടുത്തത് ഈനോഫൈൽ. അതിൻ്റെ പ്രത്യേകത അതിന് മൾട്ടിപ്പിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട് ആയിരിക്കും. സിംഗിൾ ബോണ്ടോ ഡബിൾ ബോണ്ടോ ഉള്ള കോമ്പൗണ്ട് ആയിരിക്കും. ഇനി ഈ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു അല്ലൈലിക് ഹൈഡ്രജൻ്റെ ട്രാൻസ്ഫർ ആണ് നടക്കുന്നത്. 1,5 മൈഗ്രേഷൻ ആണ് നടക്കുക. അല്ലൈലിക് ഹൈഡ്രജൻ ട്രാൻസ്ഫർ ആവും 5th കാർബണിലേക്ക്. അതുപോലെ അല്ലൈലിക് ഡബിൾ ബോണ്ടും ഷിഫ്റ്റ് സംഭവിക്കുന്നത്. അല്ലൈലിക് ഡബിൾ ബോണ്ടിൻ്റെ പൊസിഷൻ അങ്ങോട്ടേക്ക് അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവും. പിന്നെ എന്ത് സംഭവിക്കും, 2 അൺസാച്ചുറേറ്റഡ് ടെർമിനസുകൾ തമ്മിൽ, അതായത് ഈനിൻ്റെ ഒരു ടെർമിനസും ഈനോഫൈലിൻ്റെ ഒരു ടെർമിനസും തമ്മിൽ പുതിയൊരു ബോണ്ട് ഫോം ചെയ്യും. രണ്ടും 1:1, അതായത് 1:1 റേഷ്യോയിലാണ് പ്രൊഡക്റ്റ് ഫോം ചെയ്യുക. അപ്പോൾ 1:1 അഡക്റ്റാണ് നമുക്ക് കിട്ടുക. ഇതിൽ നോക്കുന്ന സമയത്ത് 1, 2, 3 എന്ന് പറയുന്ന ഈനിൻ്റെ കാർബൺ ആറ്റംസും 4, 5 എന്ന് പറയുന്ന ഈനോഫൈലിൻ്റെ ആറ്റംസുമാണ്. അപ്പോൾ അതിൽ 2, 3 ഡബിൾ ബോണ്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് 1, 2 മാറും. അതുപോലെ 3, 4 പൊസിഷനിൽ 3 എന്ന് പറയുന്നത് ഒരു അൺസാച്ചുറേറ്റഡ് ടെർമിനസ് ആണ്, 4 എന്ന് പറയുന്നത് അൺസാച്ചുറേറ്റഡ് ടെർമിനസ് ആണ്, അതായത് ഡബിൾ ബോണ്ടുള്ള സ്ഥലങ്ങളാണ്. ആ 2 പൊസിഷൻസിൻ്റെ ഇടയിൽ ഒരു പുതിയ ഡബിൾ ബോണ്ട് ഫോം ചെയ്തു. ഫസ്റ്റ് പൊസിഷനിലുള്ള ഹൈഡ്രജൻ ഷിഫ്റ്റ് ചെയ്തിട്ട് 5th പൊസിഷനിലേക്ക് മാറും ചെയ്തു. ഇതിൽ നമ്മൾ പറഞ്ഞ ഈനോഫൈൽ ഉണ്ടായിരിക്കും, മൾട്ടിപ്പിൾ ബോണ്ടുള്ള ഈനോഫൈൽസ് ആയിരിക്കും. ആ ഈനോഫൈൽസിൽ ഡബിൾ ബോണ്ട് ഉണ്ടാവാൻ, അതായത് എക്സ് ഡബിൾ ബോണ്ട് വഴി ഉണ്ടാവാൻ സാധ്യതയുള്ളത് C ഡബിൾ ബോണ്ട് C, CO, CS, CN, NO, NN, OO. ഇത്രയാണ് ഡബിൾ ബോണ്ട് ഉണ്ടാവാനുള്ള കോമ്പൗണ്ട്സിൻ്റെ സാധ്യത. പിന്നെ ട്രിപ്പിൾ ബോണ്ട്, എക്സ് ട്രിപ്പിൾ ബോണ്ട് വഴിയാണെങ്കിൽ C ട്രിപ്പിൾ ബോണ്ട് C, N ട്രിപ്പിൾ ബോണ്ട് N, അങ്ങനെ 2 പോസിബിലിറ്റി ഉള്ളൂ. ഇനി ഇതിൽ നമ്മൾ പറഞ്ഞു ഹൈഡ്രജൻ്റെ ഷിഫ്റ്റാണ് നടക്കുന്നത്. അല്ലൈലിക് കാർബണമുള്ള ഹൈഡ്രജനാണ് അല്ലൈലിക് ഹൈഡ്രജൻ. അത് ഈനിൽ നിന്ന് ഈനോഫൈലിലേക്ക് ട്രാൻസ്ഫർ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രിൻസിപ്പിൾ പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, ഹൈഡ്രജൻ ആറ്റം അല്ലാതെ അല്ലൈലിക് കാർബണിലെ ഏതൊരു ഗ്രൂപ്പ് ആറ്റം ആണെങ്കിലും അതിന് ഈനിൽ നിന്ന് ഈനോഫൈലിലേക്ക് പോകാൻ നമുക്ക് പറയും തിയററ്റിക്കലി. പക്ഷേ ഇൻ പ്രാക്ടീസ് നോക്കുന്ന സമയത്ത് സാധാരണയായിട്ട് ഹൈഡ്രജൻ അല്ലാതെ ഇതുപോലെ മൈഗ്രേഷൻ നടക്കാൻ സാധ്യതയുള്ളത് ചില മെറ്റൽസ് മാത്രമാണ്. ലിഥിയം, മെഗ്നീഷ്യം, പലേഡിയം പോലുള്ള ചില മെറ്റൽസിന് മാത്രമേ ശരിക്കും ഇങ്ങനെയുള്ളൊരു ഹൈഡ്രജൻ അല്ലാതെ ഇങ്ങനെയുള്ളൊരു കപ്പാസിറ്റി ഉള്ളൂ. അങ്ങനെ മെറ്റൽസ് ആണ് മൂവ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളിതിനെ മെറ്റലൈൻ റിയാക്ഷൻ എന്ന് പറയും. മെറ്റലൈൻ റിയാക്ഷൻ എന്ന് പറയും. അതിൻ്റെ ഇക്വേഷനാണ് ഇവിടെ ഉള്ളത്. മെറ്റലാണ് ഹൈഡ്രജന് പകരം ഉണ്ടാവുക. അത് മൂവ് ചെയ്തിട്ട് ഷിഫ്റ്റ് സംഭവിച്ചിട്ട് അഡക്റ്റ് ഫോം ചെയ്യും. അത് ഈൻ റിയാക്ഷനിൽ ഒരു എക്സാമ്പിളാണ്. ഇനി ഈ ഈൻ റിയാക്ഷനിൽ ഈനോഫൈലിൻ്റെ ഒരു പൈ ബോണ്ട് ലോസ് ആവുകയാണ് ചെയ്യുന്നത്. പിന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്, ലോസ് ഓഫ് 1 പൈ ബോണ്ടും ഗെയിൻ ഓഫ് 2 സിഗ്മ ബോണ്ട്സ് ആണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈനോഫൈലാണിത് സംഭവിക്കുന്നത്. അപ്പോൾ ഈ റിയാക്ഷൻ നമുക്ക് എന്താണ്, ഒരു പൈ ബോണ്ട് മാറി 2 സിഗ്മ ബോണ്ട് വരുന്നതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ സൈക്ലോഡീഷനെ റിസംബിൾ ചെയ്യണമെന്ന് പറയാം. അതേസമയം ഈ മോളിക്യൂൾ ഒരു 1,5 സിഗ്മാട്രോപിക് ഷിഫ്റ്റിനെയും റിസംബിൾ ചെയ്യുന്നുണ്ട്. കാരണം ഹൈഡ്രജൻ ആറ്റം 5th പൊസിഷനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ്ലി സിഗ്മാട്രോപ്പിക്കും അല്ല, കംപ്ലീറ്റ്ലി സൈക്ലോഡീഷനും അല്ല. അതുകൊണ്ടാണ് പുതിയൊരു കാറ്റഗറി ആയിട്ട് നമ്മൾ ഗ്രൂപ്പ് ട്രാൻസ്ഫർ റിയാക്ഷനിലേക്ക് ഇത് മാറ്റിയിട്ടുള്ളത്. വേണമെങ്കിൽ നമുക്കിതിനെ 6 ഇലക്ട്രോൺ സൈക്ലോഡീഷൻ എന്ന് പറയാം. 6 ഇലക്ട്രോൺസ് ഇൻവോൾവ് ആയിട്ടുള്ള സൈക്ലോഡീഷൻ എന്ന് പറയാം. അതുപോലെ ഇത് ഡീൽസാൾഡർ അഡീഷനോട് സിമിലറാണ്. ഡീൽസാൾഡർ അഡീഷനോട് സിമിലറാണ്. ഡീൽസാൾഡർ അഡീഷനിൽ 6 പൈ ഇലക്ട്രോൺസ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. ഇവിടെ 6 ഇലക്ട്രോൺസ് ആണ്, പക്ഷേ അതിൽ 4 പൈ ഇലക്ട്രോൺസും 2 സിഗ്മ ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും, ഡീൽസാൾഡർ റിയാക്ഷനിൽ എത്രത്തോളം ആക്ടിവേഷൻ എനർജിയാണ് വേണ്ടത്, അതിനേക്കാൾ കൂടുതൽ ആക്ടിവേഷൻ എനർജി വേണ്ടി വരും ഈ റിയാക്ഷൻ നടക്കാൻ.
അതിന് എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ ഇൻ റിയാക്ഷനും രണ്ടാമത്തെ ഡീൽസാൾഡ് റിയാക്ഷനും. ഡീൽസാൾഡ് റിയാക്ഷൻ നടക്കണമെങ്കിൽ 25 ഡിഗ്രി സെൽഷ്യസ് മതി. പക്ഷേ ഈ റിയാക്ഷൻ നടക്കണമെങ്കിൽ 200 ഡിഗ്രി സെൽഷ്യസ് വേണം. സെയിം കോമ്പൗണ്ട്, സെയിം പ്രൊഡക്റ്റ് വ്യത്യാസമുണ്ട്, സെയിം കോമ്പൗണ്ട്സ് തമ്മിലുള്ള റിയാക്ഷൻ നടക്കാൻ. അപ്പോൾ ഇങ്ങനെ ഇതൊരു കണ്ടീഷൻ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ റിസർച്ചൊക്കെ ചെയ്ത സമയത്ത് ഈ ടെമ്പറേച്ചർ കണ്ടീഷൻസും ബാക്കിയുള്ള കണ്ടീഷൻസൊക്കെ ഇപ്പോൾ 200 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ടെമ്പറേച്ചർ വേണമല്ലോ ഈ റിയാക്ഷൻ നടത്താൻ. അങ്ങനെ കണ്ടുപിടിച്ച സമയത്താണ് ഈ കാറ്റലിസ്റ്റുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ റിയാക്ഷൻ കുറച്ചും കൂടെ മൈൽഡർ കണ്ടീഷനിൽ നടത്താമെന്ന് മനസ്സിലായത്. അത് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ലൂയിസ് ആസിഡാണ്. അപ്പോൾ ആ ആസിഡ് ഉപയോഗിക്കുന്ന സമയത്ത് കണ്ടീഷൻസ് കുറച്ചുകൂടി മൈൽഡർ ആവും. മെയിനായിട്ട് ആൽക്കൈൽ അലൂമിനിയം ഹാലൈഡ്സ് ആണ് എത്രത്തോളം ഒരു എഫിഷ്യൻസി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ റിയാക്ഷൻ നോക്കുക, റൈറ്റ് സൈഡിലേക്ക് ആരോ ഇട്ടത് സാധാരണ റിയാക്ഷനാണ്, ടെമ്പറേച്ചർ 230 ഡിഗ്രി കൊടുത്തിട്ടുള്ള റിയാക്ഷൻ. പക്ഷെ താഴേക്ക് നമ്മൾ കാറ്റലിസ്റ്റ് ഉപയോഗിച്ചിട്ട് താഴേക്കുള്ള ആരോ ഇട്ടിട്ടുള്ള ആ റിയാക്ഷൻ എന്ന് പറയുന്നത് 25 ഡിഗ്രി സെൽഷ്യസ് മാത്രം കൊടുത്താൽ മതി, അപ്പോഴേക്കും റിയാക്ഷൻ നടക്കും. ഈ ഡീൽസാൾഡ് റിയാക്ഷൻ പോലെ തന്നെ ഇൻ റിയാക്ഷനും റിവേഴ്സിബിൾ റിയാക്ഷനാണ്. ഈ 1 തിരിച്ച് ഈഥീനും പ്രൊപ്പീനും തരുന്ന റിയാക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇത് റിവേഴ്സിബിൾ ആണെന്നുള്ള കാര്യം പറയുന്നത്. പിന്നെ ആൽക്കൈൻ മാത്രമല്ല, വേണമെങ്കിൽ ഹെട്രോ യൂനോഫൈൽസും നമുക്ക് ഉപയോഗിക്കാം. അത് കാർബണായിട്ട് അല്ലാതെ ഉള്ള വേറെ ഇപ്പോൾ ഇതിൽ നൈട്രജൻ വരുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്, ഓക്സിജൻ വരുന്ന എക്സാമ്പിളാണ്. മൂന്നാമത്തെ എക്സാമ്പിളാണ് കുറച്ചുകൂടി എളുപ്പം ഉണ്ടാവുക, സിംഗിളറ്റ് ഓക്സിജൻ വരുന്ന എക്സാമ്പിൾ. അപ്പോൾ എക്സാമ്പിൾസ് നോക്കണം. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാറ്റഗറിയാണ് ഇൻട്രാമോളിക്കുലാർ ഇൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അത് സൈക്ലിക് കോമ്പൗണ്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സൈക്ലിക് കോമ്പൗണ്ട്സിന് സിന്തസിസിന് വേണ്ടിയിട്ട് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. സാധാരണയായിട്ട് 5 മെമ്പേർഡ് റിങ്ങിൻ്റെ കോമ്പൗണ്ട്സ് 16 ഡൈൻസിൽ നിന്ന് 5 മെമ്പേർഡ് കോമ്പൗണ്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഇതിലുണ്ട്. പിന്നെ ഒരു ആപ്ലിക്കേഷൻ വരുന്നത് തെർമൽ സൈക്ലൈസേഷൻ, സൈക്ലോപെൻഡൈൽ വിനൈൽ കീറ്റോൺസിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഒരു ആപ്ലിക്കേഷനാണ് സൈക്ലോപെൻഡൈൽ വിനൈൽ കീറ്റോൺസിനെ 1,8 ഡൈൻ 3 ഓനിൽ നിന്ന് ഉണ്ടാക്കുന്ന റിയാക്ഷൻ ഇത് കൂടെയാണ് കടന്നു പോകുന്നത്. അതുപോലെ വേറൊരു ഇൻട്രാമോളിക്കുലർ ഇൻ റിയാക്ഷൻ എക്സാമ്പിളാണ് 7,10 ആൽക്കാഡൈൻ 2 ഓൺ. ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻ റിയാക്ഷൻ. അങ്ങനെ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. പിന്നെ ഇത് നമ്മൾ പറയുന്ന പോലെ തന്നെ വുഡ്വേർഡ് ഹോഫ്മാൻ റൂൾ ഒബേ ചെയ്യും. കാരണം ഇതിൽ ഈനും ഉണ്ട് ഈനോഫൈലും ഉണ്ട്, രണ്ടിൻ്റെയും ഹോമോയാണ് ഇതിലെടുക്കുക. അപ്പോൾ ഹോമോ എന്താണ്? അല്ലൈൽ ഫ്രീ റാഡിക്കലിൻ്റെ ഹോമോയും ഒരെണ്ണത്തിൻ്റെ ഹോമോയും ഒരെണ്ണത്തിൻ്റെ ലൂമോയും. അല്ലൈൽ ഫ്രീ റാഡിക്കലിൻ്റെ ഹോമോയും ഈനോഫൈലിൻ്റെ ലൂമോയും രണ്ടിൻ്റെയും ഓർബിറ്റൽ സിമെട്രി സിമിലർ ആണ്. അതായത് പ്ലസ് മൈനസ് പ്ലസ് രണ്ടും അങ്ങനെയാണ്. പിന്നെ ഇതിൽ ഹൈഡ്രജൻ്റെ മൈഗ്രേഷൻ കൂടെ ഉള്ളതുകൊണ്ട് ഈ പ്ലസിൻ്റെ ഇടയിൽ നമ്മളൊരു ഹൈഡ്രജനും കൂടെ വരയ്ക്കും. മൈനസും ആവാം, പക്ഷേ പ്ലസ് ആണ് 1s ഓർബിറ്റൽ. അതുകൊണ്ട് ഇങ്ങനെ വരച്ച് നോക്കുകയാണെങ്കിൽ ബോണ്ടിങ് ഇൻട്രാക്ഷൻ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് സിമെട്രിക് അലൗഡ് ആയിട്ട് പറയാൻ പറ്റും. ഇനി അടുത്ത കാറ്റഗറിയാണ് നമ്മുടെ ഡൈഇമൈഡ് വരുന്ന റിയാക്ഷൻ. ഇതിൽ ഗ്രൂപ്പ് ട്രാൻസ്ഫറിൽ തന്നെ ഒരെണ്ണം മീനും ഒരെണ്ണം ഡൈഇമൈഡും. അപ്പോൾ ഈ ഡൈഇമൈഡ് വരുന്ന സമയത്ത് സാധാരണയായിട്ട് നമ്മൾ കാർബൺ ഡബിൾ ബോണ്ടുകൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈഡ്രസീനാണ് ഉപയോഗിക്കുക. ഓക്സിഡൈസിങ് ഏജൻറ്റ്സ് ആഡ് ചെയ്തിട്ട് ഹൈഡ്രസീൻ വെച്ചിട്ടാണ് നമ്മൾ കാർബൺ ഡബിൾ ബോണ്ടിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. പക്ഷേ ആ ഹൈഡ്രസീനിൽ തന്നെ ആക്ച്വലി റെഡ്യൂസിങ് സ്പീഷീസ് എന്ന് പറയുന്നത് ഈ ഹൈലി ആക്റ്റീവായിട്ടുള്ള ഡൈഇമൈഡാണ്, NH ഡബിൾ ബോണ്ട് NH വരുന്നത്. അപ്പോൾ ഇത് ഡൈഇമൈഡ് നമുക്ക് ഉണ്ടാക്കിയിട്ട് ഇടാൻ പറ്റില്ല, അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവുന്നതാണ്. ഹൈഡ്രസീൻ്റെ ഓക്സിഡേഷൻ വഴി ആണ് ഈ ഡൈഇമൈഡ് ഉണ്ടാവുക. ശരിക്കും പറയുകയാണെങ്കിൽ ഡൈഇമൈഡ് എന്ന് പറയുന്നത് ഒരു എഫിമറൽ സ്പീഷീസാണ്. എഫിമറൽ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഡിസപ്പിയർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് സംഭവമാണ്. അപ്പോൾ നമ്മളതൊരു ഡീകമ്പോസിഷൻ ഓഫ് കുറച്ച് മെത്തേഡുകൾ വഴിയാണ് ഉണ്ടാക്കുക. ആദ്യത്തെ പൊട്ടാസ്യം മെസോഡൈ കാർബോക്സിലേറ്റ് അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. രണ്ടാമത്തെ ആന്ത്രസീൻ 9,10 ഡൈമീൻ, പിന്നെ ഹൈഡ്രസീൻ ഡെറിവേറ്റീവ്, പിന്നെ ഹൈഡ്രസീൻ. അങ്ങനെ 4 മെത്തേഡ് ഉണ്ട്. ഡീകമ്പോസിഷൻ വഴി നമുക്ക് ഡൈഇമൈഡ് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇതിനെ നമുക്ക് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇതിൻ്റെ എക്സിസ്റ്റൻസ് പ്രൂവ് ചെയ്യാൻ മാസ് സ്പെക്ട്രോസ്കോപ്പി വഴി പ്രൂവ് ചെയ്യാൻ നമുക്ക് പറ്റും. മെയിനായിട്ട് ഹൈഡ്രജനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓർഗാനിക് കോമ്പൗണ്ട്സിനെ ഹൈഡ്രജനേറ്റ് ചെയ്തിട്ട്, അതായത് ഹൈഡ്രജനെ ആഡ് ആക്കിയിട്ട് നൈട്രജൻ്റെ ഒരു മോളിക്യൂളിന് അല്ലെങ്കിൽ എത്രയാച്ച മോളിക്യൂളിനെ ഇവോൾവ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സി ഡബിൾ ബോണ്ട് സിയിലേക്ക് NH ഡബിൾ ബോണ്ട് NH ആഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് സീൻ്റെ ഡബിൾ ബോണ്ട് മാറ്റിയിട്ട് അവിടെ എന്ത് സംഭവിക്കും? HH ആഡ് ആവും. Nൻ്റെ ഇടയിൽ N2 ട്രിപ്പിൾ ബോണ്ടായിട്ട് N2 ആയിട്ട് മാറും ചെയ്യും. ഇതിൻ്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് കൺസേർട്ടഡ് റിയാക്ഷനാണ്. അതിനൊരു 6 മെമ്പർ ട്രാൻസിഷൻ സ്റ്റേറ്റ് ആണ് ഉണ്ടാവുക. അതാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 6 മെമ്പർ ട്രാൻസിഷൻ സ്റ്റേറ്റ് ഉണ്ടാവുന്ന അഡീഷൻ എന്ന് പറയുന്നത് സിൻ അഡീഷൻ അല്ലെങ്കിൽ സിസ് അഡീഷൻ ആയിരിക്കും. അതുപോലെ ഹൈലി സ്റ്റീരിയോ സ്പെസിഫിക് ആണ്. അതുപോലെ നൈട്രജൻ ഫോർമേഷനും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ട്രാൻസിഷൻ സ്റ്റേറ്റ് നോക്കുന്ന സമയത്ത് ഇതാ അങ്ങനെ CH NN അങ്ങനെ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ഉണ്ടായി, എന്നിട്ട് പ്രൊഡക്റ്റ് ഫോം ചെയ്തു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെക്കാനിസം. പിന്നെ ഇതിൽ
സിമ്മട്രി അലൗഡ് ആയിട്ടുള്ളത് സിസ് ട്രാൻസ്ഫർ ആണ് സിമ്മട്രി അലൗഡ് ആയിട്ടുള്ളത്. പിന്നെ ഈ ഡൈയിമായിട്ട് റിയാക്ഷൻസ് വളരെ റെയറാണ്. 2 കേസുകളാണ് നമ്മൾ കണ്ടുവരുന്നത്. ഒന്ന് കാർബൺ മൾട്ടിപ്പിൾ ബോണ്ടിൻ്റെ ഹൈഡ്രോജനേഷൻ, പിന്നെ അസോ കോമ്പൗണ്ട്സിനെ ഹൈഡ്രസോ കോമ്പൗണ്ട്സ് ആക്കാനുള്ള ഒരു ആപ്ലിക്കേഷൻ. ഇതൊന്നും വേണമെന്നില്ല. പിന്നെ ഉള്ളത് സിൻ അഡീഷനാണ് പറഞ്ഞു. പിന്നെ ഇതിൽ സ്റ്റീരിയോ സ്പെസിഫിസിറ്റിയുടെ ഒരു എക്സാമ്പിളാണ്. അതായത് നമ്മളിപ്പോൾ ഈ ഒരു മോളിക്യൂൾ എടുത്തിട്ട് നമുക്ക് കിട്ടുക സിസ് സ്റ്റിൽബീനായിരിക്കും. ട്രാൻസ് സ്റ്റിൽബീൻ നമ്മൾ ഡിറ്റക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഹൈലി സ്റ്റീരിയോ സ്പെസിഫിക് ആണെന്നുള്ളതിൻ്റെ എക്സാമ്പിളാണ്. പിന്നെ ഇതിൽ സ്റ്റെറിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് 2 ഡബിൾ ബോണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതുപോലെ 2 ഡബിൾ ബോണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക. ഏതിലാണോ ലെസ് ഹിൻഡഡ് ആയിട്ടുള്ളത്, സ്റ്റെറിക്കലി ഫേവേർഡ് ആയിട്ട് ലെസ് ഹിൻഡഡ് ആയിട്ടുള്ള ഡബിൾ ബോണ്ട് ഏതാണോ അതിലേക്കാണ് അഡീഷൻ നടക്കുക. അപ്പോൾ ഇതിൽ അതായത് ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, റൈറ്റ് സൈഡിൽ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട് ഈ മോളിക്യൂളിന്. അതിൽ റൈറ്റ് സൈഡിൽ കുറേ സബ്സ്റ്റിറ്റ്യൂവൻസ് ഉള്ളതുകൊണ്ട് അത് സ്റ്റെറിക്കലി അൺഫേവറബിൾ ആയതുകൊണ്ട് ആദ്യത്തെ, അതായത് ലെഫ്റ്റ് സൈഡിലുള്ള ഡബിൾ ബോണ്ടിലേക്കാണ് എന്ത് ചെയ്യുക, അഡീഷൻ നടക്കുക. ഇത്രയാണ് ഗ്രൂപ്പ് ട്രാൻസ്ഫർ.